പ്രിയപ്പെട്ടവരെ, കർക്കിടകക്കൂറുകാരുടെ വിഷുഫലമാണ് പറയുന്നത്. 2026 ഏപ്രിൽ മാസം 14 തീയതിയാണ് ഇത്തവണത്തെ വിഷു വരുന്നത്. അതായത് 1201 മേടം 1-ാം തീയതി അന്ന് രാവിലെ 9:32 അതായത് ഉദയാൽപരം 8 നാഴിക 8 വിനാഴികയ്ക്കാണ് ചതയം നക്ഷത്രം 3-ാം പാദത്തിങ്കിൽ മേടരവി സംക്രമം നടക്കുക. അപ്പോൾ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് 2026 മേട വിഷു സംക്രമഫലം എപ്രകാരമായിരിക്കുമെന്നും ഇതിൻ്റെ ഗുണവശങ്ങളെ എങ്ങനെ നേടിയെടുക്കാമെന്നും ദോഷങ്ങളെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെ എന്നുള്ള എല്ലാം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ഇത് കാണുന്നത് ഗുണകരമായിരിക്കും. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. അപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യമുള്ളൊരു വർഷമായിരിക്കും ഈ 2026 വിഷു തൊട്ട് അടുത്ത 2027 വരെയുള്ള വിഷു കാലഘട്ടം. അതിൽ പ്രധാനമായിട്ടും സാമ്പത്തികപരമായിട്ട് ഉന്നമനമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് പുതിയ ദിശാബോധം ലഭിക്കുകയും പുതിയ മാർഗങ്ങൾ അഥവാ തൊഴിലവസരങ്ങൾ, മറ്റ് ബിസിനസ്സുകളിലൂടെ നേട്ടം കൈവരിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല, കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്ന കാര്യത്തിൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതായത് വസ്തുവകകളൊക്കെ കൊടുക്കാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. അങ്ങനെയുള്ളവർക്ക് ഗുണാധിക്യം സംഭവിക്കാവുന്ന കാലഘട്ടമാണ്. പക്ഷേ കൊടുക്കൽ വാങ്ങലുകളിൽ കബളിപ്പിക്കലുകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരു കരുതൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രം. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തൊഴിൽ മേഖലയായിരിക്കില്ല ചിലപ്പോൾ ചെന്ന് പെടുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ദീർഘദൂരത്തിലുള്ള ഇത്തരം ജോലികളെ സ്വീകരിക്കാവൂ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാൻ ചിലർ എത്തിച്ചേരും എന്നുള്ളതാണ് ഈ വിഷുഫലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. കുറെ കാലമായി നഷ്ടത്തെ കലാശിച്ചു കൊണ്ടുവന്ന ചില കാര്യങ്ങളിൽ നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടപെടൽ കൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി തീർക്കാൻ പറ്റുന്നതാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട് തിരിച്ചടവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം. കാര്യം അവിടെ നിന്ന് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ചില വാർത്തകളൊക്കെ ലഭിച്ചു എന്ന് വന്നേക്കാം. പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ്. കല്യാണവുമായി ബന്ധപ്പെട്ട ആലോചനകളൊക്കെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നതാണ്. എന്നാൽ കുടുംബജീവിതത്തിൽ വഴക്കും വക്കാണുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ 2 തട്ടിലേക്ക് മാറിപ്പോകാനുള്ള പ്രവണതയെ സൃഷ്ടിച്ചേക്കാം എന്ന് കാണുന്നുണ്ട്. വാഹനയോഗമുള്ള കാലഘട്ടമാണ്. പക്ഷേ യൂസ്ഡ് ആയിട്ടുള്ള കാറുകളോ മറ്റു വാഹനങ്ങളോ മേടിക്കുന്നവർ കുറച്ച് ശ്രദ്ധിക്കണം. കാര്യം അതിൻ്റെ എൻജിൻ ഭാഗവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കാം എന്ന് കാണുന്നുണ്ട്. ആഹാരം വിപണനം ചെയ്യുന്ന തരത്തിലുള്ള ബിസിനസ് ആരംഭം കുറിക്കുന്നവർ കുറച്ച് ശ്രദ്ധിച്ചു കൊള്ളുക. ചില നമ്മുടെ ഫുഡ് പ്രോഡക്റ്റുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള കലർപ്പുണ്ടായിട്ട് മറ്റുള്ളവർക്ക് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചില സംഭവങ്ങൾ ഉണ്ടായി വരാം എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഗുണപ്രദമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. ആത്മാഭിമാനം വ്രണപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനുള്ള മനോബലം കിട്ടുന്നതാണ്. പൊതുരംഗത്ത് ശോഭിക്കാൻ കഴിയുന്നതാണ്. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട തൊഴിലെടുക്കുന്നവർ കുറച്ചുകൂടി സേഫ്റ്റിക്ക് പരിഗണന കൊടുക്കണം. ഉദരവൈഷമ്യം ഇക്കാലയളവിൽ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ ഫുഡ് ഹാബിറ്റുകളിൽ കുറച്ച് ശ്രദ്ധ വരുത്തണം. ദീർഘദൂരത്തുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനോ പുണ്യസങ്കേതങ്ങളിൽ പോയി തൊഴാനോ ഉള്ള അവസരം ലഭ്യമാകുന്നതാണ്. ചില സമ്മാനാദികൾ ഈ കാലയളവിൽ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. അനാവശ്യമായിട്ട് വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് നമ്മുടെ വാല്യൂവിനെ കുറയ്ക്കാനുള്ള കാരണമായേക്കാം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. പത്രപ്രവർത്തകർക്കും മീഡിയ പേഴ്സൺസിനും എല്ലാം ഗുണകരമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും. സ്ഥാനക്കയറ്റം, തൊഴിലിലെ അഭിവൃദ്ധി തുടങ്ങിയവ പ്രതീക്ഷിക്കാം. ജലവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ അലർജി കണ്ടീഷൻസ് ഉള്ളവർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുവാനുള്ള യോഗം കാണുന്നു. പുതിയ പ്രവർത്തനങ്ങളിലൂടെ വർഷാവസാനം നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിഷുഫലം ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ദോഷവശങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ഗുണവശങ്ങൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം. അതിനു മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിക്കുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന്
സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാകുമ്പോഴാണ് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുക. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി പ്രയോജനപ്പെടുത്തുക. ഗുണാധിക്യം വർദ്ധിപ്പിക്കാനും ദോഷങ്ങൾ കുറച്ചുകൊണ്ടുവരാനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കാം. മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച തോറും കൃഷ്ണ ക്ഷേത്രത്തിൽ കൃഷ്ണാഷ്ടകം എന്ന മന്ത്രത്താൽ അർച്ചന കഴിപ്പിക്കുക. 7 മാസം ഇത് തുടർച്ചയായിട്ട് ചെയ്യുക. കൃഷ്ണ തുളസിയില കൊണ്ട് ഇത് ചെയ്യുന്നതാണ് നല്ലത്. ദേവീക്ഷേത്രത്തിൽ മഹാലക്ഷ്മി സ്തവം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇത് മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് മാസപ്പിറന്നാൾ തോറും കഴിപ്പിക്കുക. വനദുർഗാദേവി ക്ഷേത്രത്തിൽ കടുംപായസ വഴിപാട് കഴിപ്പിക്കുക. വനദുർഗാ യന്ത്രം യഥാവിധി തയ്യാറാക്കി ധരിക്കുക. ഇവ ഗുണപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യം നേടുന്നു. നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ വിഷു ആശംസിക്കുകയും ചെയ്യുന്നു. നമസ്തേ.